ഹായ് ഹലോ. നമ്മുടെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ 2D ജോമെട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പാർട്ട് വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് കറക്റ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. ഒപ്പം നന്നായി പഠിച്ചു പോകാൻ ശ്രമിക്കണം. കാരണം മുൻവർഷ ചോദ്യങ്ങളിലൂടെ പഠിക്കുമ്പോൾ ഇതേ ചോദ്യങ്ങൾ ഇനി വീണ്ടും ആവർത്തിച്ച് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഒപ്പം പഠിച്ചു പോകാൻ ശ്രമിക്കണം കേട്ടോ. ശരി, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മൂന്നും 6 ചോദ്യങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ 1-2 എണ്ണമേ കുറച്ച് വ്യത്യാസമുള്ളത്, ബുദ്ധിമുട്ടുള്ളതുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങളാണേ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ, അതിൻ്റെ എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ലംബ ദൂരം 15 സെൻറ്റിമീറ്റർ ആയാൽ ആ ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പം നമുക്കൊരു ത്രികോണം വരയ്ക്കാം. ഒരു ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്. അത് 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ പറയുവാണ് ആ വശത്തിൻ്റെ എതിർമൂലയിൽ നിന്നും ആ വശത്തേക്കുള്ള ലംബ ദൂരം, അതായത് ഈ ദൂരമാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ആ ദൂരം എത്രയാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അത് 15 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ ഈ ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര എന്നാണ് ചോദ്യം. അതായത് നമ്മൾ പഠിച്ചു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അതിൽ ബേസ് ഓൾറെഡി ഇവിടെ ഉണ്ട് 12 സെൻറ്റിമീറ്റർ. ഈ ത്രികോണത്തിൻ്റെ ഹൈറ്റും ഉണ്ട് 15 സെൻറ്റിമീറ്റർ. സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 12, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 അല്ലേ. നമുക്കറിയാം ഇതും വെട്ടിപ്പോവും. 6 ഇൻറ്റു 15 90 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. അപ്പം ത്രികോണത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. പാദവും ഹൈറ്റും ഗുണിച്ചിട്ട് പകുതി എടുക്കണം. ഇവിടെ ഒരു വശത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ ആണെന്നും എതിർമൂലയിൽ നിന്ന് ആ വശത്തേക്കുള്ള ലംബ ദൂരം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ത്രികോണത്തിൻ്റെ ഹൈറ്റാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും തന്നിട്ടുണ്ട്. എങ്കിൽ ഏരിയ കാണാനാണ് ചോദ്യം. ആൻസർ 90 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം. ഒരു റോംബസിൻ്റെ വിസ്തീർണം 240 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഡയഗണലുകളിൽ ഒന്ന് 16 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ അടുത്ത ഡയഗണലിൻ്റെ നീളം കണ്ടെത്തുക. വികരണം, ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികരണമാണ്. അപ്പോൾ എന്താണ് മക്കളെ റോംബസ് എന്ന് പറഞ്ഞാൽ? റോംബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സമഭുജ സാമാന്തരികം എന്ന് പറയും. റോംബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരെന്താ? സമഭുജ സാമാന്തരികം. അതൊന്ന് വരച്ചെടുക്കാൻ കുറച്ച് പാടാണ്, എന്നാലും ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ വശങ്ങൾക്കെല്ലാം തുല്യ നീളമായിരിക്കും. വശങ്ങളെല്ലാം തുല്യമാണേ. ഓക്കെ, ഇനി ഇതിന് 2 വികരണങ്ങൾ കാണും. സോ ഇതാണ് ഒരു വികരണം, ഡയഗണൽ. ഇത് രണ്ടാമത്തെ വികരണം. ഓക്കെ, ഡയഗണലുകൾക്ക് വ്യത്യസ്ത നീളങ്ങളായിരിക്കും, ഒരേ നീളങ്ങളല്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡയഗണൽ D1ഉം അടുത്ത ഡയഗണൽ D2 ആണെങ്കിൽ മക്കളെ ഇതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് D1 D2 എന്നതാണ്. D1 ഇൻറ്റു D2. ഇതാണ് ഒരു സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസിൻ്റെ ഏരിയ. ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. D1 ഒരു ഡയഗണലിൻ്റെ നീളം, D2 അടുത്ത ഡയഗണലിൻ്റെ നീളം. ഇവിടെ വിസ്തീർണം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഹാഫ് ഇൻറ്റു D1 അറിയില്ല, D2 എന്ന് പറഞ്ഞാൽ 16. ഇതാണ് 240 എന്ന് തന്നേക്കുന്നത്. മക്കളെ ഈ 2ഉം 16ഉം വെട്ടിപ്പോയി 8. യെസ്, ഈ 8ഉം 24ഉം വെട്ടിപ്പോയി 3, 30 എന്ന് കിട്ടി. സോ D1 രണ്ടാമത്തെ ഡയഗണലിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ ചെയ്തത്? ഇവിടെ നോക്കിയേ, ഈ 8ഉം ഈ 240ഉം വെട്ടാം. കാരണം സമത്തിൻ്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന നേരെ കിടക്കുന്ന വെട്ടി ചെറുതാക്കി ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ.
സോ ഇതും വെട്ടിപ്പോൾ 30. ആൻസർ ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത്, 30 എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു റോംബസിൻ്റെ ഏരിയ ഹാഫ് D1 D2 ആണേ, മറക്കരുത്. D1ഉം ഡയഗണലുകൾക്ക് തുല്യ നീളമല്ല കേട്ടോ, നീളങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഹാഫ് D1 D2 ആണ് ഇക്വേഷൻ കേട്ടോ. ശരി, മുന്നോട്ട് വരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ തന്നിട്ടുണ്ട്. അത് 1:3:5 എന്ന റേഷ്യോയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ കോണിൻ്റെ അളവ് കാണണം. നമുക്കറിയാം, വലിയ കോണിൻ്റെ അളവ് കാണാൻ ആകെ കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രി അല്ലേ മക്കളെ? അപ്പം 180 ഇൻറ്റു വലിയ കോണിൻ്റെ റേഷ്യോ ബൈ റേഷ്യോയുടെ എല്ലാം തുക 9. ഇതും വെട്ടിപ്പോയി 20 ഇൻറ്റു 5 100 ഡിഗ്രി എന്ന് കിട്ടും. എളുപ്പമുള്ള ചോദ്യമല്ലേ? ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രിയാണ്. വലിയ കോണിൻ്റെ അളവ് കാണാൻ 180 ഇൻറ്റു വലിയ കോണിൻ്റെ റേഷ്യോ ഡിവൈഡഡ് ബൈ റേഷ്യോയുടെ എല്ലാം തുക. ചെറിയ കോണിൻ്റെ അളവ് കാണാൻ 180 ഇൻറ്റു ചെറിയ കോണിൻ്റെ റേഷ്യോ ബൈ റേഷ്യോയുടെ എല്ലാം തുക ചെയ്യും കേട്ടോ. ആകെ ഈ കോണുകളുടെ എല്ലാം തുക 180 അല്ലേ? അപ്പോൾ വലിയ കോൺ എന്ന് പറഞ്ഞാൽ ആകെ 9/5 ഭാഗമായിരിക്കും. അപ്പോൾ 180ൻ്റെ 9/5 എടുത്തു. അത്രേ ഉള്ളൂ അതിൻ്റെ ലോജിക്ക്. സിമ്പിളാണേ. ഓക്കെ, ഈ മോള് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരത്തിൻ്റെ ഒരു വശം 2 സെൻറ്റിമീറ്റർ ആയാൽ വൃത്തത്തിൻ്റെ പരപ്പളവ്. ശരി, ഈ ക്വസ്റ്റ്യൻ അങ്ങനെ യൂഷ്വലി കാണുന്നൊന്നുമല്ല, പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ പഠിക്കാനുണ്ട്. ഞാൻ പറയുന്ന 2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഞാനൊന്ന് ഒരു വൃത്തത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമചതുരത്തിൻ്റെ അകത്ത് ഒരു വൃത്തം വരയ്ക്കുവാണേ. സമചതുരത്തിൻ്റെ അകത്ത്. ഇതാണ് സമചതുരത്തിൻ്റെ അന്തർവൃത്തം എന്ന് പറയുന്നത്, അകത്തെ വൃത്തം. ഇനി ഇതുപോലെ ഒരു സമചതുരം വരച്ചിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് ഒരു സമചതുരം ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി അതിൻ്റെ പുറത്ത് ഒരു വൃത്തം വരയ്ക്കുവാണേ. അതിൻ്റെ പുറത്ത് ഇതാണ് സമചതുരത്തിൻ്റെ പരിവൃത്തം, സർക്കം സർക്കിൾ. ഓക്കെ, അവ 2 സാഹചര്യം. ഒന്ന്, സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ അകത്തൊരു വൃത്തമുണ്ട്. അത് സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ഇൻ സർക്കിൾ എന്നാണ് പറയുന്നത്, അകത്തെ വൃത്തം. എടുത്ത സമചതുരത്തിൻ്റെ പുറത്ത് വൃത്തമുണ്ട്, അതിന് സമചതുരത്തിൻ്റെ സർക്കം സർക്കിൾ, പരിവൃത്തം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ കേസ്. ഒന്നാമത്തെ കേസ് എന്തായിരുന്നു? ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സമചതുരത്തിൻ്റെ അകത്ത് വൃത്തം വരുന്ന കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സമചതുരത്തിൻ്റെ പുറത്ത് വൃത്തം വരുന്ന കേസ്. ഓക്കെ, ഇനി ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എ ആണെന്ന് വിചാരിക്കുക. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എ. ഇത് റേഡിയസ് ആണ് 6. ഇത് സമചതുരത്തിൻ്റെ ഒരു വശം എ ആണ്. ഓക്കെ, ഇവിടെ സമചതുരത്തിൻ്റെ വശം എ ആണ്. ഇതാണ് ഈ വൃത്തത്തിൻ്റെ റേഡിയസ് 6. ഇനി ഒന്ന് പഠിച്ചു വെച്ചോണം. ഒരു സമചതുരത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ a/2 ആയിരിക്കും. അതായത് സ്ക്വയറിൻ്റെ വശത്തിൻ്റെ പകുതിയായിരിക്കും. അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും, ശരിയല്ലേ? ഇതാണ് സ്ക്വയറിൻ്റെ ഒരു വശം, അതിൻ്റെ പകുതിയായിരിക്കും വൃത്തത്തിൻ്റെ ആരം. ആണോ? അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ a/2 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അന്തർവൃത്തത്തിൻ്റെ ഏരിയ, വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പഠിക്കാം. അത് πa² ഡിവൈഡഡ് ബൈ 4 ആണ്. ഒന്ന് കാണാതെ പഠിച്ചോ മക്കളെ. ഒരു സമചതുരത്തിൻ്റെ അകത്ത് അന്തർവൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ a/2ഉം അതിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ πa² ബൈ 4ഉമാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സമചതുരത്തിൻ്റെ പുറത്തെ വൃത്തം, അതിന് പരിവൃത്തം എന്ന് പറയും. അതിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ മക്കളെ ഓർത്ത് വെച്ചോണം, a/√2 ആയിരിക്കും. എ തന്നിരിക്കും ചോദ്യത്തിൽ, ആരം a/√2 ആയിരിക്കും. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πa² ബൈ 2 ആയിരിക്കും. πa² ബൈ 2 ആയിരിക്കും. മറ്റേത് πa² ബൈ 4 ആണ്, ഇത് πa² ബൈ 2 ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. ഒത്തിരി ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇങ്ങനെ ഇത് PYQ ആണ്, നിങ്ങൾ കണ്ടല്ലോ. യെസ്, ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട്.
അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ അന്തർവൃത്തവും ഒരു സമചതുരത്തിൻ്റെ പരിവൃത്തവും. അന്തർവൃത്തത്തിൻ്റെ ആരം a/2, പരിവൃത്തത്തിൻ്റെ ആരം a/√2. അന്തർവൃത്തത്തിൻ്റെ വിസ്തീർണം πa²/4, പരിവൃത്തത്തിൻ്റെ വിസ്തീർണം πa²/2. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ സാഹചര്യം ഏതാ? ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്ത സമചതുരം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഈ രണ്ടാമത്തെ കേസല്ലേ മക്കളെ, വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന സമചതുരം. അതിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട്, അതായത് എ. സമചതുരത്തിൻ്റെ ഒരു വശം എ ആണ് 2 സെൻറ്റിമീറ്റർ എന്ന് തന്നേക്കുന്നത്. വൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന ചോദ്യം. സോ വൃത്തത്തിൻ്റെ ഏരിയ കാണാൻ ഓൾറെഡി നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ? πa²/2 എന്നുള്ളതാ ഇക്വേഷൻ ആണോ? സോ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. π ഇൻറ്റു a² എന്ന് പറഞ്ഞാൽ a 2 ആണ്. a² എന്ന് പറഞ്ഞാൽ 2 × 2 ഡിവൈഡഡ് ബൈ താഴത്തെ 2. ഇതും വെട്ടിപ്പോവും. ആൻസർ 2π എന്ന് കിട്ടും. ഓക്കെ, ദേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം, 2π. റെഡി അല്ലേ? അപ്പോൾ ഈ 2 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഒരു സമചതുരത്തിൻ്റെ അന്തർവൃത്തവും ഒരു സമചതുരത്തിൻ്റെ പരിവൃത്തവും. അന്തർവൃത്തത്തിൻ്റെ ആരം a/2, പരിവൃത്തത്തിൻ്റെ ആരം a/√2. അന്തർവൃത്തത്തിൻ്റെ വിസ്തീർണം πa²/4, പരിവൃത്തത്തിൻ്റെ വിസ്തീർണം πa²/2. മറക്കണ്ട കേട്ടോ. ഇവിടെ പരിവൃത്തത്തിൻ്റെ കേസ്, അതായത് വൃത്തത്തിൽ ഒരു സമചതുരം വരച്ചു എന്ന് പറഞ്ഞാൽ അത് സമചതുരത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ സാഹചര്യമാണ്. സോ അവിടെയാണെങ്കിൽ ആരം കാണാൻ a/√2 ചെയ്യണം, ഏരിയ കാണാൻ πa²/2 ചെയ്യണം. ഇവിടെ വശം എ തന്നിട്ട് ഏരിയ കാണാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ πa²/2 ആണ് യൂസ് ചെയ്ത്. ആൻസർ 2π കേട്ടോ. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോണേ. അടുത്തത് 13 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ, അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ആ സമചതുരത്തിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട് 13 സെൻറ്റിമീറ്റർ. ഓക്കെ, വികർണം വശമാക്കി വരയ്ക്കുന്ന സമചതുരത്തിന് പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? അപ്പോൾ ഒരു സമചതുരം ഉണ്ട് മക്കളെ, അതിനൊരു വികരണമുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ വികരണം എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി ഈ സമചതുരത്തിൻ്റെ വശം 13 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സമചതുരം ഉണ്ട്, അതിനൊരു വശമുണ്ട്, ആ വശത്തിൻ്റെ നീളം 13 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വികരണത്തെ ഒരു വശമാക്കി ഒരു സമചതുരം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ദേ ഇങ്ങനെ വരും മക്കളെ. ഇതാണ് വികരണം ആണോ? ഈ വികരണത്തെ വശമാക്കിയിട്ട് ഒരു സമചതുരം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ സോ അതിങ്ങനെ വരും. അത്ര വൃത്തിയൊന്നും ആയില്ല, ഒന്നുകൂടെ വരയ്ക്കാം. വികരണത്തെ വശമാക്കി വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ കാര്യമാണ്. ഓക്കെ, ഇതുണ്ടോ? വികരണത്തെ ഒരു വശമാക്കി വരയ്ക്കണം. കണ്ടോ, ഇതാണ് വികരണം വശമാക്കി വരയ്ക്കുന്ന സമചതുരം. ഓക്കെ, ഈ സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചോണം. ഒരു സമചതുരത്തിൻ്റെ നോട്ടായിട്ട് സൈഡ് എഴുതിക്കണം. ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൽ വരയ്ക്കുന്ന മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യത്തേതിൻ്റെ ഇരട്ടിയായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൽ വരയ്ക്കുന്ന മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യത്തേതിൻ്റെ ഇരട്ടിയായിരിക്കും. നമുക്ക് ആദ്യത്തേതിൻ്റെ വശം അറിയാലോ, എത്രയാ? 13. അപ്പോൾ ആദ്യത്തേൻ്റെ വിസ്തീർണം 13ൻ്റെ സ്ക്വയർ 169 അല്ലേ മക്കളെ? ആണോ? ഇതാണ് ആദ്യത്തേൻ്റെ വിസ്തീർണം. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അതിൻ്റെ വികരണത്തിൽ വരയ്ക്കുന്ന രണ്ടാമത്തേൻ്റെ വിസ്തീർണം. അപ്പം 169ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 338 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആ വികരണത്തിൽ വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ നമ്മുടെ നോട്ട് എന്താ? ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൽ വരയ്ക്കുന്ന മറ്റൊരു സമചതുരത്തിൻ്റെ വിസ്തീർണം ആദ്യത്തേതിൻ്റെ ഇരട്ടിയായിരിക്കും. ഇവിടെ ആദ്യത്തേൻ്റെ വശം അറിയാം 13, അപ്പോൾ ആദ്യത്തേൻ്റെ വിസ്തീർണം 169, അതിൻ്റെ ഇരട്ടിയായിരിക്കും അതിൻ്റെ വികരണത്തിൽ വരയ്ക്കുന്നതിന് എന്ന് പറഞ്ഞാൽ 169ൻ്റെ ഇരട്ടി 338 നമ്മുടെ ഉത്തരമായിട്ട് വരും. റെഡി? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 25% വീതം വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലെ വർധനവ് എത്ര ശതമാനം? അതായത് ഒരു സമചതുരമുണ്ട് നമുക്ക്, ഇതിൻ്റെ വശങ്ങൾ 25% വീതം വർദ്ധിപ്പിച്ചെന്നല്ലേ. നമുക്കറിയാം സമചതുരത്തിൻ്റെ പ്രത്യേകത എല്ലാ വശങ്ങൾക്കും ഒരേ നീളമാണ്. അതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a² ആണല്ലോ. സമചതുരത്തിൻ്റെ ഏരിയ a² ആണ്. ഓക്കെ,
ഇതിൻ്റെ വശങ്ങൾ 25% വീതം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ വശവും 25% വർദ്ധിക്കുന്നുണ്ട്, ഈ വശവും 25% വർദ്ധിക്കുന്നുണ്ട്. അതായത് നീളവും വീതിയും ഒരേപോലെ വർദ്ധിക്കുന്നുണ്ടെന്നല്ലേ അർത്ഥം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ വിസ്തീർണത്തിലുണ്ടാകുന്ന മാറ്റം കാണാൻ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. മക്കളെ ഇതൊന്ന് കാണാതെ പഠിച്ചു വെച്ചോണേ. ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 25% വീതം വർദ്ധിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഒരു വശം 25% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിലുണ്ടാകുന്ന മാറ്റം എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100ലേക്ക് ഈ എക്സിൻ്റെയും വൈയുടെയും സ്ഥാനത്ത് 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം A² ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ A ഇൻറ്റു A 2A ഉണ്ട്, അതുകൊണ്ട് എക്സും വൈയും ഒരേ വില കൊടുത്തങ്ങ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് +25, വൈയുടെ സ്ഥാനത്തും +25, എക്സ് ഇൻറ്റു വൈ 25 × 25 625 ബൈ 100 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 25 + 25 50 എന്ന് കിട്ടും. 625 ബൈ 100 6.25 എന്ന് കിട്ടും. അതായത് 56.25% ഏരിയ കൂടും എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. 56.25, 56.25. അപ്പോൾ ഒന്ന് ഓർത്തോണം, ഇവിടെ ഒന്നുമില്ല, ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ച് വെച്ചോണം മക്കളെ. അതായത് ഒരു സമചതുരത്തിൻ്റെ വശം 25% വർദ്ധിച്ചാൽ വിസ്തീർണത്തിലുണ്ടാകുന്ന വർധനവ് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ ഇതിൽ എക്സിനും വൈക്കും 25 എന്ന വില കൊടുത്തിട്ട് സോൾവ് ചെയ്തെടുത്താൽ മതി. ഇനി 25% കുറഞ്ഞു എന്നാണെങ്കിൽ എക്സിനും വൈക്കും -25 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഓർത്ത് വെക്കുക ഈ മോഡൽ ചോദ്യങ്ങൾ. ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, മുന്നത്തെ പാർട്ടുകളിൽ. മനസ്സിലായി എന്ന് വിചാരിക്കണു. നമുക്ക് മുന്നോട്ട് വരാം. ഇത് 30ാമത്തെ ചോദ്യമല്ലേ, അതുകൊണ്ട് ഈ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പം 30 ചോദ്യങ്ങളായി. നമ്മളിത് 5ാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ 5 പാർട്ട് വീഡിയോയിലായിട്ട് നമ്മൾ 30 ചോദ്യങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ചോദ്യത്തിനൊപ്പവും ഞാൻ ആവശ്യമായ തിയറികൾ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ ഒപ്പം പഠിച്ച് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ലൈക്കായി കമൻറ്റായി ആ ഇഷ്ടം രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക് യു മക്കളെ.